നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന കോക്കോ പീറ്റ് ബ്ലോക്ക് എങ്ങനെ കാർഷിക ആവശ്യങ്ങൾക്കായി തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. കോക്കോ പീറ്റ് ബ്ലോക്ക് വാങ്ങുമ്പോഴേക്കും കട്ട പോലെ കട്ടിയുള്ള ഒരു മെറ്റീരിയലായിട്ടാണ് ലഭിക്കുന്നത്. നമ്മൾ ഈ ബ്ലോക്കിനെ ആദ്യമായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് വെക്കുക. അതിനുശേഷം ഈ ബ്ലോക്കിലേക്ക് വെള്ളം സാവധാനം ഒഴിച്ചു നൽകുക. ഈ ബ്ലോക്ക് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുക്കി വെച്ചും ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ആ മെത്തേഡിനേക്കാളും ബെറ്റർ ഇപ്പോൾ ഈ പറയുന്ന മെത്തേഡാണ്. അതിനെപ്പറ്റി മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ബ്ലോക്കിലേക്ക് വെള്ളം ഒഴിക്കും തോറും ആ വെള്ളം അതിലേക്ക് അബ്സോർവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വെള്ളം ചേർക്കുന്നതനുസരിച്ച് ഈ കോക്കോ പീറ്റ് ബ്ലോക്ക് അത് അബ്സോർവ് ചെയ്യുകയും ബ്ലോക്കിൻ്റെ കട്ടി കുറഞ്ഞ് സോഫ്റ്റായി വരികയും ചെയ്യും. അതുപോലെ തന്നെ വെള്ളം ആഡ് ചെയ്യുന്നതനുസരിച്ച് ബ്ലോക്കിൻ്റെ വലിപ്പം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വെള്ളം ഒഴിച്ച് സോഫ്റ്റ് ആക്കിയ ബ്ലോക്ക് കരണ്ടി പോലെയുള്ള ഉപകരണങ്ങൾ കൊണ്ടോ കൈകൊണ്ടോ നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ആവശ്യാനുസരണം ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് നൽകിക്കൊണ്ട് നമ്മളിതിനെ കൂടുതൽ പൊടിച്ചെടുക്കുക. അങ്ങനെ ഇതിലുള്ള വലിയ വലിയ കട്ടകളൊക്കെ ഉടച്ച് മണ്ണ് പോലെ ആക്കിയെടുത്ത കോക്കോ പീറ്റ് ബ്ലോക്കിനെ പിന്നീട് നമുക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.